ശരത്തെ ഈ CTTU വിശ്രമ കേന്ദ്രം എന്താ സംഭവം? നമ്മൾ സാധാരണ CITU എല്ലാവർക്കും അറിയാം. അല്ലല്ല, അക്ഷരം തെറ്റിയതല്ല. ഇത് CTTU, കൊച്ചിൻ തുറമുഖ തൊഴിലാളി യൂണിയൻ. അതാണ് ഈ CTTU. CITU ഒരു ഇടതനുകൂല, പക്ഷേ CTTU എല്ലാ ആളുകളുമുള്ള, കോൺഗ്രസ് അനുകൂല, അതുപോലെ തന്നെ CPM അനുകൂല ആളുകൾ. ഇല്ല, പട്ടി പ്രശ്നമൊന്നും ആക്കില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും CTTUക്കാരുണ്ട് ഇവിടെ. അവർക്ക് ഇത് തുറമുഖവുമായി ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉള്ളതാണ്. അവര് കുറച്ച് പേരുണ്ട്, അവരോടൊക്കെ നമുക്ക് കാര്യങ്ങൾ അവര് വെയിലായതുകൊണ്ട് ഇങ്ങോട്ട് മാറിയെന്നാണ് പറഞ്ഞത്. അവിടെ ഉണ്ട് ആളുകളോട്. അപ്പോൾ CTTU എന്ന സംഘടനയെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. ഞങ്ങൾ ഈ CITU എന്നുള്ളത് എല്ലാവർക്കും അറിയാം. CTTU എന്താണെന്ന് ഞാൻ ശരത്തിനോട് ചോദിക്കുമായിരുന്നു. കൊച്ചിൻ തുറമുഖ തൊഴിലാളി യൂണിയൻ. ഇതില് ഞങ്ങൾ ഈ ശാഖയിൽ 64 പേരുള്ളൂ. ഈ ശാഖയിൽ ശാഖ 42ഓളം ശാഖകളുണ്ട്. ഐഡന്റിറ്റി മാത്രമായിട്ട് മാത്രമേ ഉള്ളൂ ഇത് മെയിനായിട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു ആവശ്യം എന്താണ്? എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ പറയാനുണ്ടോ? പിന്നെ തൊഴിലില്ല, പിന്നെ വിലക്കയറ്റം, നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ പോക്കും ശരിയല്ല. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. പരാതികൾ കുറേ ഉണ്ട്. ഈ പരാതികളൊക്കെ പറയുമ്പോൾ അതൊക്കെ കേൾക്കാറുണ്ടോ? പരാതികൾ ആരോടാണ് പറയേണ്ടത്? സർക്കാരോട് പറയണം. ആരോട് പറയണം? ഏത് സർക്കാരോട് പറയണം? ഏത് സർക്കാർ വന്നാലും കണക്ക് തന്നെയാണ് ഞങ്ങൾ പാവപ്പെട്ടവർക്ക്. ഒന്നിനൊരു നിഗമനമില്ല. നിങ്ങൾ അവിടെയാണല്ലോ വിശ്രമ കേന്ദ്രം, അവിടെ അങ്ങനെ ഉപയോഗിക്കാറില്ല? അത് ഉപയോഗിക്കാം. ഈ തണല് ഇപ്പുറത്ത് കണ്ടിപ്പിന്നെ അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമല്ല. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നം അങ്ങോട്ട് പോവാം. എല്ലാവർക്കും ഇരിക്കാനുള്ള ഇതില്ല, അവിടെ അത്രയും സ്പോട്ടില്ല, ഇരിക്കാനുള്ള സ്ഥലമില്ല. 64 പേർക്ക് ഇരിക്കാൻ സ്ഥലമില്ല. ശരി. അപ്പോ കൊച്ചിൻ തുറമുഖ തൊഴിലാളി യൂണിയൻ, അതാണ് CTTU. അപ്പോൾ ഇന്ന് കിട്ടിയ ഒരു പുതിയ വിവരമാണ്. CTTU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ തുറമുഖ തൊഴിലാളി യൂണിയൻ. 64 പേരുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ നിൽക്കുന്ന വൈപ്പിനിലെ ഗോശ്രീയിൽ അങ്ങനെയുള്ള നിരവധി യൂണിറ്റുകളായിട്ടാണത് പ്രവർത്തിക്കുന്നതെന്നാണ് പറഞ്ഞത്.